നമസ്തേ കുട്ടികളെ, ഇന്നിവിടെ പറയാൻ പോണ കാര്യം കാല് കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ പുറത്ത് പോയി വന്നാൽ കാല് കഴുകി തന്നെ വീടിൻ്റെ ഉള്ളിൽ വരണം എന്നാണ് പറയുക. അതുപോലെ തന്നെ നമ്മൾ രാത്രി കിടക്കുന്നതിന് മുന്നേ രണ്ട് കാലും കഴുകി വൃത്തിയാക്കി തുടച്ച ശേഷം കിടക്കയിൽ കിടക്കാൻ പാടുള്ളൂ എന്നും നമ്മുടെ മുതിർന്നവരൊക്കെ നമുക്ക് പറഞ്ഞു തന്ന കാര്യമാണ്. അപ്പോൾ അതേമാതിരി നിങ്ങളെല്ലാവരും ചെയ്യുന്നുണ്ടാവുമായിരിക്കാം. അപ്പോൾ അങ്ങനെ കഴുകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോണത്. അമ്പലത്തിൽ പോയി വന്നാൽ നമ്മൾ കാല് കഴുകാൻ പാടില്ല എന്നാണ് പറയുക. കാരണം എന്താ വെച്ചാൽ അമ്പലത്തിൽ പോയി വന്നു കഴിഞ്ഞാൽ അമ്പലത്തിലെ ചൈതന്യം നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് വരാൻ വേണ്ടി നമ്മൾ കാല് കഴുകാൻ പാടില്ല എന്ന് പറയും. പക്ഷേ മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോയി വന്നാൽ നമ്മൾ കാല് കഴുകണം. അതിന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ റോട്ടിൽ ചെരുപ്പിട്ട് നടക്കുകയാണെങ്കിൽ കൂടെ പലതും നമ്മൾ ചവിട്ടിയിട്ടുണ്ടാവും. പല റോഡുകളിൽ പല ദോഷങ്ങളും ഒഴിഞ്ഞ് കളയാന്ന് പറയില്ലേ, ഓരോരുത്തരും പലതും ഒഴിഞ്ഞൊക്കെ കളഞ്ഞിട്ടുണ്ടാവും റോഡിലേക്ക്. അതൊക്കെ നമ്മൾ ചവിട്ടിയിട്ട് വരിക. പിന്നെ അതില്ലാതെ വൃത്തികേടുകളും ഉണ്ടാവും. അതൊക്കെ നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാല് കഴുകി ഉള്ളിൽ വരണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഒരു ദിവസം മുഴുവൻ നമ്മൾ നടന്ന് നമ്മുടെ കാലിലുണ്ടാവുന്ന നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ അഴുക്കുകളൊക്കെ പോയി അഴുക്കുകളൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മൾ കിടക്കാനെന്ന് പറയും. അങ്ങനെയാണ്. ഇങ്ങനെ കാല് കഴുകുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ദോഷങ്ങളൊക്കെ പോയി കിട്ടും. നമ്മൾ പുറത്ത് പോയിട്ട് വരുമ്പോഴും അതുമാതിരി തന്നെ രാത്രി കിടക്കുന്നതിന് മുന്നേ നമ്മൾ കാല് കഴുകി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കാലെന്നാണ് നമ്മുടെ ദോഷങ്ങളായാലും നല്ലതായാലും വരിക. അപ്പോൾ ആ ദോഷങ്ങളൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ രണ്ട് സമയം നമ്മൾ കാല് കഴുകണം നിർബന്ധമായിട്ടും പറയണം. അഴുക്ക് പോവാനും അതുമാതിരി തന്നെ ദോഷങ്ങൾ പോവാനും ആണ് കാല് കഴുകണം. അപ്പോൾ ഈ കാല് കഴുകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഒരു കാല് ഈ രണ്ട് കാലും കഴുകുമ്പോൾ കാലിൻ്റെ പാദം തൊട്ട് ഈ കണ്ണിക്കാല് തൊട്ട് മുഴുവനും നനഞ്ഞ് കാല് കഴുകണം. ചില കുട്ടികളോട് കാല് കഴുകാൻ പറഞ്ഞാൽ പറയും ഒരു കപ്പ് വെള്ളം കാലിലൊഴിച്ച് ആ കാല് കഴുകി. അങ്ങനെ ചെയ്യരുത്. കാല് മൊത്തം കാലിൻ്റെ പിൻവശവും മുൻവശവും കണ്ണിക്കാല് വരെ നനഞ്ഞ് അങ്ങനെ വേണം നമ്മൾ കാല് കഴുകാൻ. അപ്പോഴാണ് നമ്മളെ ആ അഴുക്കുകളായാലും ദോഷങ്ങളായാലും പോയി കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഒരു കാല് കഴുകുമ്പോൾ ചിലവർ ചെയ്യുന്നത് കാരണം മറ്റേ കാലുകൊണ്ട് ഉരച്ച് കഴുകുന്നത് അതൊരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കാലിലുള്ള സ്ത്രീത്വം, ശ്രീ ഭഗവതി അല്ലെങ്കിൽ മഹാലക്ഷ്മി ഈ മറ്റേ ഒരു കാലുകൊണ്ട് നമ്മൾ ചവിട്ടി നീക്കുന്ന പോലെയാണ്. അതുകൊണ്ട് ഓരോ കാലും നമ്മൾ കൈ കൊണ്ടോ അല്ലെങ്കിൽ വെള്ളമൊഴിച്ചോ കാല് കഴുകാമെന്നല്ലാതെ നമ്മൾ ഒരു കാലുകൊണ്ട് മറ്റൊരു കാല് ഇങ്ങനെ തേച്ച് കളയാൻ പാടില്ല. അത് ദോഷമാണ്. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന ഐശ്വര്യം പോകുമെന്നാണ് പറയുക. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഈ ഒരു കാലം കൊണ്ട് മറ്റു കാല് തേച്ച് കഴുകരുത്. കുളിക്കുമ്പോഴും അങ്ങനെ ചെയ്യരുത്. നമ്മൾ കൈ കൊണ്ടോ അല്ലെങ്കിൽ വെള്ളമൊഴിച്ചോ നമുക്ക് കഴുകി കളയാം. അപ്പോൾ ഇതാണ് കാല് കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ നിങ്ങളെല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.